ഹായ്, ഞാൻ സുജിത രതീഷ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോണാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കോൺ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കോൺ ഓൺ ദ കോബ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ ഔട്ടർ കവർ ഒന്ന് പൊളിച്ച് കളയണം. ഇത് 2 സൈഡിലേക്ക് ഈക്വലായിട്ട് എടുത്തതിന് ശേഷം താഴേക്ക് പുള്ള് ചെയ്താൽ മതി. കാരണം കോണിനകത്ത് സിൽക്ക് ഉണ്ടാവും. ആ സിൽക്ക് നമ്മൾ 1 by 1 ആയിട്ട് ഈ ഹസ്ക് പുള്ള് ചെയ്യുകയാണെങ്കിൽ ആ സിൽക്ക് പോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കോൺ പെട്ടെന്ന് സിൽക്കൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ 1-2 സിൽക്കേ ഉണ്ടാവുള്ളൂ, അത് കൈകൊണ്ട് അങ്ങ് പറിച്ചെടുക്കാം. അതുപോലെ ഈ സ്റ്റെമ്മ് നിങ്ങൾക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. ഇനി ഈ ഹസ്ക് പുള്ളി ചെയ്യണമെങ്കിൽ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അങ്ങ് കോൺ റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് പുള്ളി ചെയ്യാൻ. കുറച്ച് സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുള്ളി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത കോണും ഇതുപോലെ തന്നെ വൃത്തിയാക്കിയെടുക്കാം. ഇതാണ് സിൽക്ക്. കണ്ടില്ലേ, ഇത്രയും നൂലുകൾ ഈ കോണിനകത്തുണ്ടാവും. നമ്മൾ 1 by 1 ആയിട്ട് അതിൻ്റെ ഔട്ടർ കവറിങ് പുള്ളി ചെയ്യുകയാണെങ്കിൽ അത് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്ക് 2 ഈക്വലി സെപ്പറേറ്റ് ചെയ്തിട്ട് താഴേക്ക് അങ്ങോട്ട് പുള്ളി ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ കോണ് ഓവനിലാണ് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കിവിടെ ഗ്രില്ലൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്പൺ ഗ്രില്ലുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് അതാണ്. പക്ഷേ ഓപ്പൺ ഗ്രിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഓവനിൽ എങ്ങനെയാണ് ഈ കോൺ ബേക്ക് ചെയ്തെടുക്കുക എന്നാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പുള്ള് ചെയ്തെടുത്തതിന് ഈ തൊലിയെല്ലാം കളഞ്ഞ് സിൽക്കെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. കോൺ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുക്കണം. ഒരു ചെറിയ കഷ്ണം അലുമിനിയം ഫോയിൽ മതി കേട്ടോ. ഇതിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം. നമ്മളിത് ഓവനിൽ ബേക്ക് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഫോയിലിൽ പൊതിഞ്ഞെടുക്കുന്നത്. ഞാൻ എൻ്റെ അവൻ ഓൾറെഡി 350 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ഒരു 7 മിനിറ്റ്സ് അല്ലെങ്കിൽ 8 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അവനുള്ളതുകൊണ്ടാണ് ഞാൻ അവനിൽ റോസ്റ്റ് ചെയ്യുന്നത്. 350 ഡിഗ്രിയിൽ തന്നെയാണ്. ഒരു 25 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അവൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലൗസ് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കോൺ അവനിൽ നല്ലപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. നല്ല ചൂടാണ്, കൈ പൊള്ളാതെ നോക്കണം. ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ എപ്പോഴും ആ സ്റ്റീം അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ കൈ പൊള്ളാതെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് ഓപ്പൺ ചെയ്യുക കേട്ടോ. നോക്കൂ, കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള കോൺ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീസണിങ് ചെയ്യാം. ഇനി ഇതിന് ഏത് സീസണിങ് വേണമെങ്കിലും ചെയ്യാം. ചൂടോട് കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ വേണമെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാർബിക്യൂ ഫ്ലേവർ വേണമെങ്കിൽ അത് ചെയ്യാം. വെറും ചില്ലിയും സാൾട്ടും മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സീസണിങ് ഏതാണോ അത് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ. ഇനി ചിലർക്ക് ഇത് നല്ലപോലെ ചുട്ടെടുത്ത കോൺ പോലെ വേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് ഇത് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നിങ്ങളുടെ അവനിൽ ഗ്രില്ലിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ മേൽഭാഗത്ത് ഗ്രില്ലിംഗ് ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ താഴെ ഈ നമ്മൾ ഓൾറെഡി ബേക്ക് ചെയ്ത കോൺ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ആ ഒരു ബേൺഡ് മാർക്ക് വരുന്നവരെ. അതല്ല എങ്കിൽ ഇതുപോലെ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം കൂടുതൽ സമയം കുക്കാവണ്ട. നമ്മൾ ഓൾറെഡി നല്ല ജ്യൂസി ആയിട്ട് ബേക്ക് ചെയ്തെടുത്ത കോണാണ്. നമുക്ക് ആ മാർക്സും ആ സ്മോക്കി ഫ്ലേവറും മാത്രം മതി. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിപ്പം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കോൺ വേവിച്ചെടുത്തതായാലും ഓവനിൽ ബേക്ക് ചെയ്തായാലും നിങ്ങൾക്ക് ഈ ബേൺഡ് മാർക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ്, അപ്പോൾ നിങ്ങൾക്കൊരു പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. ഇങ്ങനെ പെർഫെക്റ്റായിട്ട് നമുക്ക് കോൺ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.